നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. വിശുദ്ധ ലൂക്ക 2:34-35. ശരീരമാസകലം മുറിവുകളുമായി ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ടുപോകുന്ന പ്രിയ മകനെ കാണേണ്ടി വന്ന പരിശുദ്ധ അമ്മയായ മറിയത്തിലൂടെ ശിമയോന്റെ പ്രവചനം പൂർത്തിയാകുന്നു. ഇസ്രായേലിന്റെ വിമോചകനായി, രാജാവായി, രക്ഷകനായി ജനം നോക്കിക്കണ്ട അപ്പം വർദ്ധിപ്പിക്കുന്നവനും രോഗസൗഖ്യം നൽകുന്നവനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവനുമായി ജനസഞ്ചയത്തിന്റെ നടുവിലൂടെ നടന്നു നീങ്ങിയവനുമായ ഈശോയെ, സ്വന്തം മകനെ നിന്ദാപരിഹാസങ്ങൾ ഏറ്റുവാങ്ങി തീർത്തും നിസ്സഹായനായി കാണേണ്ടി വന്ന അമ്മയുടെ മനോവേദന നമുക്കും ധ്യാനിക്കാം. ഏറെ വേദന സഹിച്ച ആ അമ്മയ്ക്ക് നമ്മുടെ വേദനകളിൽ ആശ്വാസമാകാനാകും. നമ്മുടെ വേദനകളെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കുരിശിനോട് നമുക്കും ചേർത്ത് വയ്ക്കാം.